ഹലോ, നമ്മുടെ കഥ കുറേ ദിവസമായല്ലോ ഇട്ടിട്ട്. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ശങ്കറും ബാമയും, അതായത് ആദിയുടെ അച്ഛനും അമ്മയും അന്നുണ്ടായ സംഭവത്തിനെ പറ്റി ഇങ്ങനെ മീൻസ് മേഘ അതുപോലെ ശിവയും മൈഥിലിയും കൂടെ കാണാൻ വരുമല്ലോ ആദിനെ പറ്റി അന്വേഷിക്കാൻ. അപ്പം അവിടെ വെച്ചിട്ട് അതിൻ്റെ ഭാര്യനെ കാണാൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി ശങ്കറും ബാമയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പിന്നെ വാതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പിന്നെ ആര്യ കേൾക്കും. അങ്ങനെ അവൾക്ക് അതറിയും, ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ ഹോസ്പിറ്റലിലായി അതുവരെയാണ് എത്തിയത്. ആര്യൻ്റെ നില കുറച്ച് മോശമാണെന്ന് ഡോക്ടർ പറയും. അങ്ങനെയാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. അപ്പം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ആര്യ ആദിയോട് ഒന്നും മിണ്ടാത്തതിൽ അശ്വതിക്ക് അതിശയം തോന്നിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. ആര്യയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. എല്ലാവരുടെയും മുഖത്തെ വിഷാദവും പിരിമുറുക്കവും അശ്വതി ശ്രദ്ധിച്ചുവെങ്കിലും അതെല്ലാം ആര്യയുടെ അവസ്ഥ ഓർത്തായിരിക്കുമെന്ന് കരുതി അശ്വതി ആശ്വസിച്ചു. ആര്യ ആദിശങ്കർ. തിയേറ്ററിൻ്റെ വാതിൽ തുറന്നു വന്ന നഴ്സ് വിളിച്ചു. ബാമയും അശ്വതിയും ശങ്കറും ആദ്യം എഴുന്നേറ്റു. ഓപ്പറേഷൻ കഴിഞ്ഞു. പെൺകുട്ടിയാണ്. കുഞ്ഞിനെ അല്പസമയത്തിനകം കാണിക്കും. ആര്യമോൾക്ക് എങ്ങനെയുണ്ട് സിസ്റ്ററെ? ബാമ തിരക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഉടൻ തന്നെ സർജിക്കൽ ഐസിയുവിലേക്ക് മാറ്റും. ഹാവൂ, ഈശ്വരൻ കാത്തു, ബാമ ആശ്വാസത്തോടെ പറഞ്ഞു. മോനെ ആദി, അല്പം മധുരം വാങ്ങിക്കൊണ്ടുവാ, ബാമ പറഞ്ഞു. ആദ്യം ഒന്ന് മൂളിയിട്ട് പുറത്തേക്ക് പോയി. നഴ്സ് കുഞ്ഞുമായി ഇറങ്ങി വന്നതും സന്തോഷത്തോടെ ബാമ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ആര്യമോളെ തന്നെയുണ്ട് അല്ലേ ശങ്കരേട്ടാ? ശങ്കർ വാത്സല്യത്തോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ബാമ കുഞ്ഞിനെ അശ്വതിയുടെ കൈ കൊടുത്തു. എനിക്ക് മോളെ കണ്ടിട്ട് ബാമേച്ചിയെ പോലെയാണ് തോന്നുന്നത്, അശ്വതി അല്പം കുശുമ്പോടെ പറഞ്ഞു. ഇനി കുഞ്ഞിനെ തന്നേക്കൂ. നഴ്സ് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയി. എല്ലാവരുടെയും മുഖത്ത് കുഞ്ഞിനെ കണ്ട ആശ്വാസവും സമാധാനവും ഉണ്ടായിരുന്നു. ലഡ്ഡു നിറച്ച പെട്ടിയുമായി ലിഫ്റ്റ് ഇറങ്ങി വന്ന ആദ്യ കണ്ടത് ഡോക്ടറിനോട് കയർത്ത് സംസാരിക്കുന്ന ശങ്കറിനെയാണ്. നിങ്ങൾ എന്താണ് ഓരോ സമയം ഓരോന്ന് പറയുന്നത്? കുറച്ചു മുമ്പ് നഴ്സ് വന്ന് പറഞ്ഞത് ആര്യക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാണല്ലോ. ഇപ്പോൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ശങ്കറിൻ്റെ ശബ്ദം ഉയർന്നു. ബാമ അശ്വതിയെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആര്യയുടെ അവസ്ഥ വളരെ സങ്കീർണമായിരുന്നു. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ബ്ലീഡിങ് നിന്നില്ല. ഐ ആം സോറി, ഡോക്ടർ തലകുനിച്ച് പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ. അശ്വതിയുടെ നിലവിളി അവിടെ ഉയർന്നു. ആദി ശില പോലെ നിന്നു. കേട്ടത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആദി അതേ നിൽപ്പ് തുടർന്നു. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. കയ്യിൽ നിറച്ച മധുരപ്പെട്ടി കയ്യിൽ നിന്ന് മൂർന്നു പോയതെന്നും ആദി അറിഞ്ഞില്ല. കൺമുന്നിൽ നിറഞ്ഞു നിന്നത് ആര്യയുടെ നിഷ്കളങ്കമായ ചിരിയായിരുന്നു. ഒരു ആശ്രയത്തിനെന്നോണം ആദി ശങ്കറിൻ്റെ കൈകളിൽ പിടിച്ചു. വിതുമ്പി നിന്ന ശങ്കർ ആദിയെ ചേർത്ത് പിടിച്ചു. അയാളുടെ മനസ്സിലപ്പോൾ മകനോടുള്ള വിദ്വേഷമായിരുന്നില്ല, മറിച്ച് മനുഷ്യർ കേവലം ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സാരമായി പോകുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ ഇരുന്ന പലരും തങ്ങളെ നോക്കുന്നതും പരിതപിക്കുന്നതും ശങ്കർ കണ്ടു. ചിലർ ചികിത്സയുടെ ഡോക്ടറിനെയും ആശുപത്രിയെയും പഴിച്ചപ്പോൾ മറ്റു ചിലർ വീട്ടുകാരെയും ഒന്നും അറിയാത്ത കുഞ്ഞിൻ്റെയും വിധിയോർത്ത് പരിതപിച്ചു. നഴ്സ് കുഞ്ഞിനെ ഭാമയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഭാമ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഈശ്വര, ഇതെന്തൊരു വിധിയാണ്! ഞങ്ങളോട് എന്തിനാണ് ഈ ക്രൂരത കാണിച്ചത്? നിനക്ക് ഒരു ജീവനാണ് വേണ്ടതെങ്കിൽ എൻ്റെ ജീവൻ എടുക്കാമായിരുന്നു. ഈ പൊന്നുമോൾക്ക് എന്തിനീ ഗതി നീ കൊടുത്തു? ഭാമ പദം പറഞ്ഞ് വിലപിച്ചപ്പോൾ ചുറ്റുമുള്ളവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. വാതിലിൽ ശക്തമായി കൊട്ടുന്നത് കേട്ടാണ് ആദി ഞെട്ടി ഉണർന്നത്. ആദി ചുറ്റും നോക്കി. താൻ ഇതെവിടെയാണ്? അപ്പോൾ കണ്ടത് സ്വപ്നമാണോ? ആദി തലേ രാത്രി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി ടൗണിലെ റോഡിൽ വന്ന് മുറിയെടുത്തതാണ്. ഇന്നലെ അരങ്ങേറിയ സംഭവം മറക്കാൻ വേണ്ടിയാണ് മദ്യപിച്ചത്. ഇതിനിടയിൽ അച്ഛൻ വിളിച്ചപ്പോൾ ഫോണ് കട്ട് ചെയ്ത് കളഞ്ഞു. മദ്യപിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോധം മറഞ്ഞു. ആദി തല കുടഞ്ഞു. ഓ, എന്തൊരു തലവേദന! വെട്ടിപ്പൊളിക്കുന്നത് പോലെ. വാതിൽ ശക്തമായി ആരോ മുട്ടുന്നത് ആദി കേട്ടു. കട്ടിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ റൂം ബോയ് ആയിരുന്നു. എന്തിനാ ഇങ്ങനെ വാതിൽ തട്ടുന്നത്? ആദി നീരസത്തോട് ചോദിച്ചു. എൻ്റെ സാറേ, ക്ഷമിക്കണം, മനഃപൂർവ്വമല്ല. ഇന്നലെ സാറ് റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ നല്ലതായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ ID കാർഡിലെ അഡ്രസ്സ് കണ്ടപ്പോൾ ശങ്കർ സാറിൻ്റെ മോനാണെന്ന് മനസ്സിലായി. ഒരാപത്ത് സമയത്ത് സാർ എൻ്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് രാത്രി ഇവിടെ നിന്ന് ഞാൻ മുറി തന്നത്. ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട. വെറുതെ അല്ലല്ലോ, ചോദിച്ച പൈസ തന്നിട്ടല്ലേ റൂം എടുത്തത്? അതെ, സാറ് പൈസ മാത്രം തന്നതുകൊണ്ട് മാത്രമല്ല മുറി തന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മണിക്കൂറിൽ സാർ മുറി ഒഴിഞ്ഞു തരണം. ഇവിടെ ഒരു ഗ്രൂപ്പ് ബുക്കിംഗ് ഉണ്ട്. റൂം ബോയ് മുറിയിലൂടെ കണ്ണോടിച്ച് നോക്കിയിട്ട് തിരികെ പോയി. ആദ്യ വാതിലടച്ചതിന് ശേഷം കട്ടിലിരുന്നു. മൊബൈലിൻ്റെ ചാർജ് ഏകദേശം തീരാറായി. ചാർജർ കയ്യിലില്ല. ഫോണിൽ അമ്മയുടെ 6 മിസ് കോളുകൾ കണ്ടു. വാട്സപ്പ് തുറന്നു മെസ്സേജുകൾ നോക്കുന്നതിനിടയിൽ അമ്മയുടെ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു. മോനെ, നീ ഇതെവിടെയാ? ആര്യമോൾ തല ചുറ്റി വീണു. ഞങ്ങൾ ആശുപത്രിയിലാണ്. മോളെ ലേബർ റൂമിൽ കയറ്റി. മോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ.
ആദിയുടെ മനസ്സിലൂടെ അവൻ കണ്ട സ്വപ്നം കടന്നുപോയി. ആര്യയ്ക്ക് ഇനി എന്തേലും അപകടം പറ്റി കാണുമോ? ഇന്നലെ അവളോട് ദേഷ്യപ്പെട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അമ്മയെ വിളിച്ചാൽ പ്രതികരണം നല്ലതാവില്ല, നേരിൽ പോകുന്നതാണ് ബുദ്ധി, ആദി മനസ്സിലോർത്തി. ആദി ഫ്രഷായി റൂം ഒഴിഞ്ഞ് താക്കോൽ കൊടുത്തിട്ട് ആശുപത്രിയിലേക്ക് പോയി. ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ആദി റിസപ്ഷനിൽ ആര്യയുടെ ഡീറ്റെയിൽസ് ഇറക്കി. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കൊടുത്ത വിവരം അനുസരിച്ച് ആദി ആര്യയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ആദി ചാരിയിട്ടിരുന്ന മുറി തുറന്ന് ഉള്ളിലേക്ക് കയറി. ആര്യ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. ശങ്കറും ഭാമയും അവിടെ ഉണ്ടായിരുന്നു. അവരെ ഗൗനിക്കാതെ തൊട്ടിൽ കിടക്കുന്ന വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ അവൻ നോക്കി. ഭാമ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എവിടെയായിരുന്നു നീ? അമ്മ എത്ര പെട്ടെന്ന് നിന്നെ വിളിച്ചെന്നറിയോ? ആദി അമ്മയെ ഒന്ന് നോക്കി. അമ്മയുടെ പ്രാർത്ഥന പോലെ പെൺകുട്ടിയാണ് മോനെ. ഭാമ തൊട്ടിലിൽ കിടന്ന കുഞ്ഞിനെ എടുത്തു. അച്ഛമ്മയുടെ വാവക്ക് അച്ഛനെ കാണണ്ടേ? ഭാമ വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്ത് നോക്കി. ആര്യ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞിനെ ആദിയുടെ കൈകളിലേക്ക് കൊടുക്കാനൊരുങ്ങുന്ന ഭാമയാണ് കണ്ടത്. തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ. അമ്മേ, അവൾ എൻ്റെ കുഞ്ഞാണ്, എൻ്റെ മാത്രം. അവൾക്ക് അച്ഛനില്ല. അങ്ങനെ അവകാശം പറഞ്ഞുകൊണ്ട് ആരും വരികയും വേണ്ട. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഭാമ വിഷമത്തോടെ ചോദിച്ചു. ഞാൻ എല്ലാം അറിഞ്ഞു അമ്മേ. ആരും ഇനി ഒന്നും എന്നിൽ നിന്ന് ഒളിപ്പിക്കാൻ നോക്കണ്ട. നാട് മുഴുവൻ അവിധമുള്ള ഒരുത്തൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് അല്പം ലജ്ജയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, മേലാൽ എൻ്റെ കൺമുന്നിൽ നിങ്ങൾ വരരുത്. എൻ്റെ കുഞ്ഞിനെ കാണാനും ശ്രമിക്കരുത്. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. ഭാമ ആര്യയെ തടഞ്ഞു. അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് സ്വന്തം മകനെ ഓർത്തിട്ടാണ് അല്ലേ? അമ്മ ഒരു ഭാര്യയല്ലേ? നാളെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടെന്നും അവർക്ക് അച്ഛനിൽ ചോരയിൽ കുട്ടിയുണ്ടെന്നും അറിഞ്ഞ അമ്മ അച്ഛനെ പൂമാലയിട്ട് സ്വീകരിക്കുമോ? പറ. ആര്യയുടെ ശബ്ദം ഉയർന്നു. അവൾ കിതയ്ക്കാൻ തുടങ്ങി. മോളെ, ശരീരം അനക്കാതെ മോള് നടന്നു. എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം, ഭാമ പറഞ്ഞു. ഈ വിഷയത്തിൽ ആരും എന്നോട് അഭിപ്രായം പറയാൻ വരണ്ട. വിവാഹത്തിന് മുമ്പ് പറ്റിപ്പോയൊരു അബദ്ധമായിരുന്നെങ്കിൽ കൂടി ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചു പോയേനെ. എന്നാൽ ഇത് ഒരേ സമയം ബോധപൂർവം എന്നെയും മറ്റൊരു പെണ്ണിനെയും വഞ്ചിച്ചതല്ലേ? എനിക്കിത് ഈ ജന്മം പൊറുക്കാൻ കഴിയില്ല. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. എനിക്കിനി ഈ മനുഷ്യനെ കാണണ്ട. ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും കൊണ്ട് എൻ്റെ മോളെ ഞാൻ വളർത്തു. എൻ്റെ മോളുടെ അച്ഛൻ മരിച്ചു പോയതാണെന്ന് ഞാൻ കരുതിക്കോളാം. അമ്മ കുഞ്ഞിനെ ഇവിടെത്താ. ആര്യയുടെ ശബ്ദം മുറുകി. ആര്യയുടെ മുഖഭാവം കണ്ടപ്പോൾ ഭാമ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കുഞ്ഞിനെ ആര്യയുടെ കൈ കൊടുത്തു. ഇനി എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. എനിക്ക് കുഞ്ഞിന് പാൽ കൊടുക്കണം. ശങ്കർ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഭാമ ആര്യയെയും മാറി മാറി നോക്കിയതിനു ശേഷം പുറത്തേക്ക് നടന്നു. ആദി അവിടെ തന്നെ നിന്നു. ആദിയുടെ നിൽപ്പ് കണ്ടപ്പോൾ ആര്യയുടെ മുഖം വലിഞ്ഞു മുറുകി. തന്നോടല്ലേ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അതൊരു ആക്രോശമായിരുന്നു. ആര്യയുടെ ആക്രോശം കേട്ട് ആദി ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ആര്യ തന്നെയാണോ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു നിമിഷം ആദി ഓർത്തു. കുഞ്ഞിനെ ആദ്യം ഏറ്റുവാങ്ങേണ്ടത് താനായിരിക്കണമെന്ന് വാശി പിടിച്ചിട്ടുള്ള ആര്യയാണ് ഇപ്പോൾ കുഞ്ഞിനെ തുടരുതെന്ന് പറഞ്ഞത്. ആദി ആര്യയെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? എപ്പോഴും കാണാൻ ആഗ്രഹിച്ച മുഖമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ്. ആര്യ മുഖം തിരിച്ചു. ഇല്ല, നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. ആദി പിന്തിരിഞ്ഞ് നടന്നു. ആദി മുറിയിൽ നിന്ന് ഇറങ്ങി വാതിൽ ചാരി. ആദി പോയെന്ന് കണ്ടതും ആര്യ കുഞ്ഞിനെ മാറോടണച്ചു. അത്രയും നേരം മറച്ചു പിടിച്ച കണ്ണുനീർ അനുസരണയില്ലാതെ ഒഴുകി. മോളെ, നീ അമ്മയെ വെറുക്കരുത്. അമ്മയെയും എൻ്റെ മോളെയും നിന്റെ അച്ഛൻ ചതിക്കുകയായിരുന്നു. എൻ്റെ മോളെപ്പറ്റി ഒന്ന് ഓർത്തിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഈ മഹാപാപം ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കാനാണ് തോന്നുന്നത്. ഈ ജന്മത്ത് അച്ഛനോട് പൊറുക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. മാപ്പറിയിക്കുന്ന തെറ്റല്ല നിന്റെ അച്ഛൻ ചെയ്തത്. മോൾക്ക് ഈ അമ്മ മതി. ആര്യയ്ക്ക് മറുപടി കൊടുക്കുന്നോണം ആ കുഞ്ഞ് നെഞ്ചിൽ കിടന്ന് ഞെരങ്ങി. ഇടനാഴിയിലെ കസേരയിലിരുന്ന ശങ്കറിനെയും ഭാമയെയും കണ്ട ആദ്യം ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു. മോനെ, ഭാമ പിന്നിൽ നിന്ന് വിളിച്ചു. ആദ്യം നിന്നു. നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും ഇപ്പോൾ എന്താണ്? അകത്ത് കിടക്കുന്നവൾക്ക് എന്നെ കാണുന്നതേ വെറുപ്പാണ്, ആദി പറഞ്ഞു. ആദി അമർഷം മറച്ചു വെച്ചാണ് സംസാരിച്ചത്. ഞങ്ങളാണോ അതിന് കാരണക്കാർ? നീയായി ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെ എന്തിനാണ് പഴിക്കുന്നത്? നീ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആദി? നീ വഞ്ചിച്ചത് ഈശ്വരൻ്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയവളെയാണ്. അതും അവൾ നിന്നെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നത് അറിഞ്ഞുകൊണ്ട്. ശങ്കർ ശബ്ദം അടക്കിയാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലെ രോക്ഷം ആദിക്ക് അറിയായിരുന്നു. ഈ സംഭവത്തിൽ മേഘയെ എങ്ങനെ ഞാൻ കുറ്റം പറയും? അവൾ ചെയ്തത് ഞാൻ ന്യായീകരിക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് എടുത്തുചാട്ട് ചാടിയത് അവൾ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ നീ നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവളിൽ നിന്നും ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് നിന്റെ സുഖത്തിന് വേണ്ടി ആ പെണ്ണിൻ്റെ ജീവിതം കൂടി കളഞ്ഞില്ലേ? ഭാമയാണ് പറഞ്ഞത്. ആര്യമ്മളോട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ആ കുട്ടി ഇതറിഞ്ഞാൽ ചങ്കുപൊട്ടി മരിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ അവൾ എങ്ങനെയോ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ആര്യമ്മോൾ ആത്മാഭിമാനമുള്ള കുട്ടിയാണ്, മിടുക്കി.
അവൾ ആ കുഞ്ഞിനെ വളർത്തും. നിന്റെ ഒരു സഹായവും ഇല്ലാതെ തന്നെ അവൾ ആ കുഞ്ഞിനെ നോക്കും. ഭാമ പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സംഭവിച്ചു പോയി. ഇനി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുന്നു. ഞാൻ ഇവിടെ നിന്നും പോയാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശങ്കർ ചോദിച്ചു. എനിക്ക് ഒന്നും അറിയില്ല അച്ഛാ. എന്നോട് ഒന്നും ചോദിക്കരുത്. ആർക്കെങ്കിലും സമാധാനം കിട്ടുന്നതെങ്കിൽ കിട്ടട്ടെ. അതിന് ഞാനിവിടെ ഉണ്ടാകാൻ പാടില്ല. ശങ്കറിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആദ്യം നടന്നകന്നു. ശങ്കരേട്ടാ, ഇനി അവൻ മേഘയുടെ അടുത്തേക്കാകുമോ പോകുന്നത്? അവരുടെ അടുത്തേക്ക് പോയാൽ അവൾ ആദ്യം സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശങ്കർ ചോദിച്ചു. എല്ലാം ഉപേക്ഷിച്ചാണ് ആദ്യം മേഘയുടെ അടുത്തേക്ക് പോകുന്നതെങ്കിലോ? ഭാമ മറുചോദ്യം ചോദിച്ചു. ആരുപേക്ഷിച്ചാലും ആരെയും മോളും നമ്മുടെ വീട്ടിൽ കഴിയും. മരുമകളായിട്ടല്ല, മകളായിട്ട്. നമ്മുടെ പേരക്കുട്ടിയെ എന്തിൻ്റെ പേരിലായാലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, ശങ്കർ തീർത്തു പറഞ്ഞു. എനിക്ക് ഈ സംസാരിക്കേണ്ടത് ആര്യമോളോടാണ്. ഈ കൊടുങ്കാറ്റൊന്ന് കെട്ടടങ്ങി ആ മനസ്സൊന്ന് ശാന്താകട്ടെ. നമുക്ക് കാത്തിരിക്കാം. എഴുന്നേൽക്കൂ. സിസ്റ്റർ BP നോർമലല്ലേ? ഡോക്ടർ മഞ്ജു തിരക്കി. മേഘ പരിശോധന ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം നേരെയാക്കി ഡോക്ടർ മഞ്ജുവിന് അഭിമുഖമായി ഇരുന്നു. കൂടെ മൈഥിലിയും ഉണ്ടായിരുന്നു. സ്കാൻ റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ മഞ്ജു മേഘയെ നോക്കി. തനിക്കിപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? ഇല്ല ഡോക്ടർ. സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം. എന്നിട്ടും ഇങ്ങനത്തെയാണെങ്കിൽ ഒന്ന് ഉറപ്പിക്കാം വളർച്ച കുറവാണ് എന്ന്. മൈഥിലിയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. മേഘ ആശങ്കയോടെ ഡോക്ടറിനെ നോക്കി. ഡോക്ടർ, എന്താണ് പറഞ്ഞു വരുന്നത്? വളർച്ച കുറവാണെങ്കിൽ ഒന്നുകിൽ ബ്ലീഡിംഗ് ആയി പോകും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രഗ്നൻസി അബോഷനായി പോവുകയാണ് പതിവ്. മേഘ ചെറുപ്പല്ലേ? വിവാഹം കഴിഞ്ഞ മാസം തന്നെ ഗർഭിണിയായി. അപ്പോൾ വിഷമിക്കേണ്ട. 10 പേരിൽ 2 ആൾക്ക് ഇങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ കൂടുതലൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഡോക്ടറിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് മേഘ ഒന്ന് പതറി. സിസ്റ്റർ, ഭർത്താവിൻ്റെ വിവരം തിരക്കിയപ്പോൾ മൈഥിലിയാണ് അങ്ങനെ പറഞ്ഞത്. സിസ്റ്റർ, മേഘക്ക് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് OP ടിക്കറ്റ് എടുത്തു കൊടുത്തേക്കൂ. ഈ ഒരാഴ്ച ബെഡ് റെസ്റ്റ് വേണം. ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. മേഘ തലയാട്ടി. 2 ആളും ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി. അവരെ കാത്ത് ശിവ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ എന്തു പറഞ്ഞു? മേഘയുടെ മുഖം മങ്ങിയിരിക്കുന്നത് കണ്ട് ശിവ മൈഥിലിയെ നോക്കി. സ്കാനിങ്ങിൽ വളർച്ച കുറവെന്ന് കാണിക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. നമുക്ക് വേറെ എന്തെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ? ശിവ ചോദിച്ചു. മേഘയുടെ ഉത്തരത്തിനായി 2 ആളും കാത്തുനിന്നു.